ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. ചോലെ ഭട്ടൂരയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ചോലെ ഭട്ടൂര വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഭട്ടൂരയ്ക്ക് ആവശ്യമായിട്ടുള്ള മാവ് കുഴച്ച് വയ്ക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മൈദയാണ്. മൈദ 2 കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റവ 4 ടേബിൾ സ്പൂൺ, പിന്നെ തൈരാണ്. തൈര് നമുക്ക് 4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. റവയും തൈരും നമ്മൾ ഒരേ അളവിൽ ചേർത്ത് കൊടുക്കണം. അതുപോലെ പുളിയില്ലാത്ത തൈരായിരിക്കണം, കട്ട തൈര്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. തൈര് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ ഉപയോഗിക്കരുത്. കുറച്ച് സമയം പുറത്ത് വെച്ച് തണുപ്പൊക്കെ പോയതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ, പക്ഷെ അതിനേക്കാളും നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. കുറച്ച് നല്ല ബലമൊക്കെ കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ആണല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിന് മുകളിൽ വേണമെങ്കിൽ കുറച്ച് ഓയിലൊക്കെ തടവി കൊടുക്കാം, ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിത് അടച്ച് വെച്ച് 2 മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തത് ചോല തയ്യാറാക്കാനായിട്ടുള്ള വെള്ളക്കടല ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. അപ്പം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കണം. അതിന് മുന്നേ നമുക്കിതിലേക്ക് ഒരു കിഴി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു വെള്ള തുണി, ഇതുപോലെ നല്ല വൃത്തിയുള്ളൊരു തുണി എടുക്കുക. ഇനി ഇതിൽ നമുക്ക് 2 പട്ട ചെറിയ പീസ്, ഏലക്കായ, ഗ്രാമ്പൂ, സ്റ്റാർ 1 എടുത്താൽ മതി. പിന്നെ ജാതിപത്രി ഒരു ചെറിയ പൊട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചായപ്പൊടി ഒരു 3/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 2 സൈഡും ഒന്ന് മടക്കി എടുത്തിട്ട് നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. നമ്മളിതിൻ്റെ ഉള്ളിൽ ചേർത്തിട്ടുള്ള ചായപ്പൊടി മസാലയൊന്നും പുറത്ത് വരാത്ത രീതിയിൽ നന്നായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ചോല മസാല ഓർഡർ ചെയ്താൽ നല്ല കളറും ആയിരിക്കും, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ടീ ബാഗ് ഉണ്ടെങ്കിൽ ഒരു ടീ ബാഗ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മസാല നമ്മൾ സെപ്പറേറ്റ് വേറെ ഇട്ട് കൊടുത്താൽ മതി. ഇനി കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, പിന്നെ 2 ബേ ലീവ്സും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കടല വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ കടല. ഇനി ഇത് കുക്കറിൽ ഒരു 3-4 വിസിൽ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കടല വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ചോലയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. 3 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 2 വലിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്കിനി ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുരുമുളക് പൊടി, നല്ല ജീരകവും പെരുംജീരകം, ഇത് 1 ടീസ്പൂൺ വീതം, പിന്നെ ഏലക്കായ 2 എണ്ണം, കുറച്ച് സ്റ്റാറിൻ്റെ പീസുകൾ, 3 ഗ്രാമ്പു, കുറച്ച് ജാവിത്രി. ഇതുപോലെ നമ്മൾ മസാല ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് ചോല മസാല ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ട. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ചോല മസാല ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒരുപാട് അങ്ങനെ വഴറ്റി എടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. ഉള്ളി ഒന്ന് കളർ മാറുമ്പോൾ അതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ അതുപോലെ വലുതായി കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മളിത് അരച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്നുണ്ട്. ഇത് ഇനി ചൂടാറിയതിന് ശേഷം മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി വേറൊരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി എടുക്കുക. അതിലേക്ക് ഒരു 3 പച്ചമുളക് കീറിയിട്ടിട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ജീര പൗഡറും ആംചൂർ പൗഡർ ഇല്ലെങ്കിൽ ചാറ്റ് മസാല ചേർത്ത് കൊടുത്താൽ മതി. ഇത് രണ്ടും 1/2 ടേബിൾ സ്പൂൺ വീതം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ സമയത്തും നമ്മൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ മസാല പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ മസാലപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ഉള്ളി തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഈ ഗ്രേവി നമുക്കൊരു 2 മിനിറ്റ് വരെ നന്നായിട്ട് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം.
ഇനി ഇതിൽ ഞാൻ മിക്സി കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം അത്രയും ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളിതൊന്ന് അടച്ച് വെച്ച് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരും. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ കടലൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലിട്ടിട്ടുള്ള കിഴി നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. ടീ പൗഡർ ചേർത്തുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൻ്റെയൊക്കെ കളറ് കണ്ടില്ലേ, നല്ലൊരു കളറ് വന്നിട്ടുണ്ട്. അതുപോലെ കടല നമ്മളിതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടണം. എന്നാലാണ് നമ്മളെ ചോല മസാല നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതിലിട്ടിട്ടുള്ള ബേ ലീവ്സ് നമുക്ക് എടുത്ത് മാറ്റാം. ഇനി ഈ കടല നമുക്ക് ഈ ഗ്രേവിയിലേക്ക് വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കടലയിൽ ആദ്യം ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഇനി ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് ഇതുപോലെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരണം. ഒരുപാട് ലൂസുള്ളൊരു ഗ്രേവി ആവില്ല ചോല മസാലയ്ക്ക് ഉണ്ടാവുക, കുറച്ച് തിക്കായിട്ടുള്ളതായിരിക്കും. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, പിന്നെ കുറച്ച് നെയ്യ് 1 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നും കൂടി മിക്സാക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ചോല മസാല ഇവിടെ റെഡിയായി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളറൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ. നമ്മൾ ആ ടീ ബാഗൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല കളറ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ കടലയുടെ വേവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് വെന്തുടയരുത്, ഒട്ടും വേവില്ലാതെ ഇരിക്കരുത്. നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ബട്ടൂരിൻ്റെ ഡോ ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ ഉണ്ടാക്കുക കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കണ്ടിട്ടില്ലേ, വലിയ ബട്ടൂരി ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം പൂരിനെക്കാട്ടിലും കുറച്ച് വലുപ്പത്തിലുള്ളതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ തിക്നെസ് ചപ്പാത്തിനെക്കാട്ടിലും കുറച്ചും കൂടി കട്ടി വേണം കേട്ടോ. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബട്ടൂര ഇട്ട് കൊടുക്കാം. ബട്ടൂര ഇട്ടിട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കിത് പെട്ടെന്ന് ബലൂൺ പോലെ നന്നായിട്ട് വീർത്ത് വരുള്ളൂ. അതുപോലെ തീ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ആയി കിട്ടും കേട്ടോ. 2 ഭാഗം ആയിക്കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതുപോലെ നമ്മൾ ബട്ടൂര ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. എണ്ണ ഇതുപോലെ നന്നായിട്ട് മുങ്ങി കിടക്കാനുള്ള അത്രയും എണ്ണ ഉണ്ടാവണം. എന്നാലാണ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ബട്ടൂര കിട്ടുള്ളൂ. പിന്നെ ചൂടോടുകൂടി വേണം ഇത് സെർവ് ചെയ്യാൻ. ഇനി ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഉള്ളി ഇതുപോലെ റൗണ്ടായിട്ട് കനം കമ്മിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മുളക് പൊടി ഇതുപോലെ തൂവി കൊടുക്കാം. കുറച്ച് നാരങ്ങ നീരും കൂടി ഇതുപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ ചോല ഭട്ടൂരിൻ്റെ കൂടെ ഇങ്ങനെ ഉള്ളി കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം നല്ല ബലൂൺ പോലെ വേർത്തിട്ടുള്ള ഭട്ടൂര, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചോല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതുപോലെ പ്ലേറ്റിൽ ഒന്ന് സെറ്റാക്കി എടുക്കണം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് അച്ചാറും കൂടി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ചോല ഭട്ടൂരിൻ്റെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.